ഹലോ ഹായ് നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവരും ഇത് കാണണം. ഇത് 1 കിലോ നാരങ്ങയുണ്ട്. ഇത് കഴുകി വൃത്തിയായ ശേഷം ഞാൻ വച്ചിരിക്കുന്നതാണ്. ഇനി ഒരു കടായി ഗ്യാസ് അടുപ്പിൽ വെച്ച് കത്തിച്ച് കൊടുത്തതിന് ശേഷം കടായി ചൂടായതിന് ശേഷം ഞാനിതിൽ 2 സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഈ നാരങ്ങ അതിലോട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. നാരങ്ങ നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു വശം കരിഞ്ഞു പോവും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഇതിൽ നിന്നും ഇതുപോലെ ഒരു സൗണ്ട് വരുമ്പോൾ നമ്മളിത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി വയ്ക്കണം. ഇത് നാരങ്ങ തണുത്തതിന് ശേഷം ഒന്നൊന്നായി എടുത്ത് ഇതുപോലെ തുടച്ച് വൃത്തിയാക്കി വീണ്ടും ഒരു പാത്രത്തിലോട്ട് നമ്മൾ അടുക്കി വയ്ക്കണം. ഇത് ഞാൻ അങ്ങനെ വെച്ചിരിക്കുന്ന നാരങ്ങയാണ്. ഇത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മളിനി അടുത്തത് എടുക്കാൻ പാടുള്ളൂ. തണുത്തതിന് ശേഷം എടുത്ത് ഇതിനെ 4ആയിട്ട് നമ്മൾ കട്ട് ചെയ്യണ സമയത്ത് നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇത് 4 പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു പീസ് കൂടെ അതിൽ നിന്നും അടർന്നു വരാൻ പാടില്ലാത്ത തരത്തിൽ വേണം നമ്മളിത് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ വിടർന്ന് വരണ മാതിരി ഇരിക്കണം. ഒരു കാരണവശാലും ഈ നാരങ്ങയുടെ അടിഭാഗം ഇത് കീറിപ്പോവാൻ പാടില്ല. ഇതുപോലെ തന്നെ ഇരിക്കണം. ഇങ്ങനെ എല്ലാ നാരങ്ങ കഷ്ണങ്ങളും നമ്മൾ ഇതുപോലെ ആക്കി വച്ചതിന് ശേഷം ഇതിൻ്റെ മിശ്രിതം നമുക്ക് ഉണ്ടാക്കണം. ഇതിൻ്റെ മിശ്രിതം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഒരു കടായി നമുക്ക് വീണ്ടും അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം ഞാനൊരു 10 സ്പൂൺ നല്ലെണ്ണ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 5 സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇതിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഈ മുളക് പൊടി ഇടുന്ന സമയത്ത് നമ്മൾ ഗ്യാസിൻ്റെ ഫ്ലെയിം കുറച്ച് വയ്ക്കണം, ഇല്ലെങ്കിൽ മുളക് പൊടി കരിഞ്ഞു പോകുവാൻ ചാൻസ് ഉണ്ട്. മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി ഞാൻ ഇതിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അടുത്ത് നമുക്ക് വേണ്ടത് കായമാണ്. കായമായിട്ടും ഇടാം, കായപ്പൊടിയായിട്ടും നമുക്ക് ഉപയോഗിക്കാം. കായപ്പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞു. അതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ഉപ്പാണ്. നാരങ്ങ അച്ചാറിന് കുറച്ച് ഉപ്പ് കൂടുതൽ വേണം. അതുകൊണ്ട് നമുക്കിതിലൊരു 3 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 3 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു. വീണ്ടും തീ കൂട്ടി വയ്ക്കാൻ പാടില്ല. എല്ലാ പൊടികളും ഇട്ട് കൊടുത്തതിന് ശേഷം മാത്രമേ തീ കൂട്ടി വയ്ക്കാൻ പാടുള്ളൂ. അതിന് ശേഷം ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ്. ഞാൻ 1 സ്പൂൺ ഉലുവ ഇതിന് വേണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതിലോട്ട് വേണ്ടത് ഒരു 1/2 സ്പൂൺ പഞ്ചസാരയാണ്. ഈ 1/2 സ്പൂൺ പഞ്ചസാരയും ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു തവി കൊണ്ട് നമുക്ക് ഈ പൊടിയും എണ്ണയും നന്നായി ഒന്ന് ചൂടാക്കി ഒരു ബ്രൗണിഷ് കളർ വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. വന്നതിന് ശേഷം ഇതിൽ ഒരു 2 സ്പൂൺ വിനീഗർ നമുക്കിതിൽ ഒഴിച്ചു കൊടുക്കാം. വിനീഗർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഈ മിശ്രിതം ഈ എല്ലാം കൂടെ ചേർന്ന് ഒരു കൂട്ടായിട്ട് മാറും. ഈ കൂട്ട് നല്ല തിക്കായതിന് ശേഷം നമ്മളിത് തണുക്കാൻ വയ്ക്കണം. നമ്മൾ കൈ കൊണ്ട് തൊടുമ്പോൾ ഒരു കാരണവശാലും കൈ പൊള്ളാൻ പാടില്ല. ഈ അളവിന് ഈ കൂട്ട് തണുത്തതിന് ശേഷം ഓരോ നാരങ്ങയും എടുത്ത് അതിൻ്റെ അകത്തോട്ട് ഈ കൂട്ട് വെച്ച് നമുക്ക് നിറച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് അമക്കി നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മളിത് തയ്യാറാക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു തുള്ളി വെള്ളം പാത്രത്തിലോ നമ്മുടെ കയ്യിലോ ഒന്നിലും വരാൻ പാടില്ല. ഇതിൽ വെള്ളം പെട്ടുപോയാൽ ഇത് കുറച്ച് ദിവസം നമുക്ക് വച്ച് സൂക്ഷിക്കാൻ പറ്റില്ല. ഇത് നമുക്ക് ഒരു 5-6 മാസം വരേക്കും കേടാകാതെ നമുക്കിത് ഇങ്ങനെ ചെയ്താൽ സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ നാരങ്ങയെല്ലാം എല്ലാത്തിലും ഫില്ല് ചെയ്തു എല്ലാം അടുക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ നാരങ്ങ ഒരു ഭരണിക്കകത്തോ ഒരു കുപ്പിക്കകത്തോ നമുക്ക് ഇട്ട് വയ്ക്കാം.
ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ചില്ല് കുപ്പിയാണ്. ഇത് നല്ല കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒന്നൊന്നായിട്ട് എടുത്ത് വയ്ക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒന്നിനു മേലെ ഒന്നായിട്ട് ഇങ്ങനെ വച്ചതിന് ശേഷം നമ്മൾ ഇതിനെ നന്നായിട്ട് മൂടി വയ്ക്കണം. മൂടി വച്ചതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് മാത്രമേ ഈ മൂടി നമ്മൾ എടുക്കാൻ പാടുള്ളൂ. ഇതിൻ്റെ തോട്, ഈ മിശ്രിതവും ഈ നാരങ്ങയുടെ നീരും എല്ലാം അലിഞ്ഞ് ഈ നാരങ്ങ ഒരു അച്ചാറായി മാറാൻ ഒരാഴ്ച സമയം നമുക്ക് ആവശ്യമാണ്. അത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് അച്ചാറായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞാൻ ഈ നാരങ്ങയെല്ലാം ഈ കുപ്പിക്കകത്താക്കി നിറച്ച് കൊണ്ടിരിക്കുകയാണ്. നിറച്ച് വച്ചതിന് ശേഷം ഈ കുപ്പി നമ്മൾ നന്നായിട്ട് ഇതിൻ്റെ മൂടി കൊണ്ട് അടച്ച് ഒരു വൃത്തിയാക്കി ഒരു മൂലയിൽ വയ്ക്കുക. ഇനി ഈ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് കണ്ടാൽ മാത്രം പോരാ, ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്യണം. ഇത് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ് ചെയ്യണം. താങ്ക് യു.